ദോശ അറിയും. ദോശ എവിടെയുണ്ടവിടെയുണ്ടറിയും. വേണോ? നിനക്കെന്താടാ കോച്ചുവാദം പിടിച്ച? അത് ദോശ എക്സസൈസാ. അതും തുട്ടടാ ദോശ എക്സസൈസ്. അതൊന്നും അറിയാൻ പറ്റിയ അറിയില്ല. ഇത് ദോശ ഉണ്ടാക്കുമ്പോ ചെയ്യേണ്ട എക്സസൈസ് ആണ് ദോശ എക്സസൈസ്. ഇന്നലത്തെ പത്രത്തിലിട്ടായിരുന്നു. പത്രം വായിച്ചില്ലേ? ഏത് പത്രത്തെ? എനിക്കൊന്ന് പഠിക്കണമെന്നുണ്ട്. അത് ഒരു ഫ്രഞ്ച് പത്രത്തിലാ. ആഹാ, ദോശക്ക് നല്ല മണം. അല്ലാണ്ട് ദോശക്ക് ചീഞ്ഞ മണം വരുമോ? ഈ ചട്നി അങ്ങോട്ട് വെക്ക്. അല്ല ചട്നിയാ? അല്ല കിഡ്നി. അല്ല മറിയമ്മച്ചേർത്ത് എവിടെയായിരുന്നു? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതെയാ? ഞങ്ങൾ ഇപ്പൊ ഇത്ര ബിസിയാ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. കൈയെടുക്കടാ ചേർത്തി. ഞങ്ങളൊന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. ചേർത്തി ഇത് പൂച്ച വരാണ്ട് സൂക്ഷിച്ചിരിക്കണേ. ഇതിങ്ങെടുത്ത് മാറ്റി. ആഹാ, നല്ല ചൂടുള്ള ദോശ. നല്ല ദോശ. കൊള്ളാലോ പിള്ളേര്. മുസ്തഫ മുസ്തഫ ഡോണ്ട് വറി മുസ്തഫ. അല്ല, ഒന്നാം തരം ദോശയും ചട്നി. സമ്മതിച്ചിരിക്കണം. വീണ്ടും എടുക്കാം പിള്ളേര്. ചായ ഉണ്ടാക്കിയിട്ടില്ലേ? ഈ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വെക്കണം. മറിച്ചേട്ടി കുറച്ച് ജോലി തിരക്കുണ്ട്. വരച്ചേ. മുസ്തഫ മുസ്തഫ നാളെ ഇതേ നേരത്തെ വന്നോട്ടോ. മിണ്ടണ്ട, സ്ത്രീ പീഡനത്തിന് ജയിലിലാവും. ആ മാത്രം മനസ്സിലാക്കി. പുരുഷവണ്ണ ഇതെന്താണെന്നറിയാമോ? ഇതെന്താ? പുതിയ പാന്റും ഷർട്ടും. അല്ല, ഇന്നാളത്തെ പോലെ എവിടെന്തെങ്കിലും വാടകയ്ക്ക് എത്തണമെന്നാണോ? ഇത് ഇവിടുത്തെ റെഡിമെയ്ഡ് കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് ചീപ്പ് റേറ്റിന് അടിച്ചെടുത്തതാ. ഞാൻ പാന്റും ഷർട്ട് ഇട്ടുകൊണ്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് കാണാൻ നിനക്ക് വലിയ ഇഷ്ടമാ അല്ലേ? അണ്ണന്റെ ഗ്ലാമറിലല്ലേ ഞാൻ ഷൈൻ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ വേണ്ടേ? പിഞ്ചു ബാലികയെ ബലാത്സംഗം ചെയ്ത കേസിൽ 65കാരൻ അറസ്റ്റിൽ. നഗരത്തിൽ പട്ടാപകൽ മോഷണം. 4 യുവാക്കളെ പോലീസ് തിരയുന്നു. എന്താ രാവിലെ എന്നെ പത്രം ഓസിന് കൈ കിട്ടി കഴിഞ്ഞാൽ എല്ലാം വായിച്ച് കേൾപ്പിക്കണമെന്നുണ്ടോ? മനുഷ്യനെ പേടിപ്പിക്കാൻ. വരണം പോലെ വരെ ഇരിക്കണം. ഇന്ദിരാനഗറിലുള്ള നമ്മുടെ ബാങ്ക് മാനേജർ RC കൈമളുടെ വീട് വിൽക്കാനിട്ടിരിക്കുക. നമുക്കത് ഇപ്പൊ തന്നെ പോയി നോക്കണം. ഞാൻ ഈ പാന്റ് ഷർട്ടൊക്കെ ഒന്ന് ഇട്ടേച്ച് വരാം. വരുന്നുണ്ട്, ആള് വരുന്നുണ്ട്. നമസ്കാരം. ഇത് RC കൈമളുടെ വീടല്ലേ? ഏത് RC കൈമൾ? സ്റ്റേറ്റ് ബാങ്കിലെ മാനേജര്. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ. വെളുത്ത് നല്ല നീളം കൂടിയിട്ട് ഹൈറ്റ് കുറഞ്ഞ് മീശൊക്കെ ആള് തെറ്റിയതാവും. ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റാ? ഒരാൾ RC കൈമൾ ചോദിക്കുന്നു, വേറെ ആള് സ്ക്വയർ ഫീറ്റ് ചോദിക്കുന്നു. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വീട് മാറി കാണുമെന്ന്. കഷ്ടാ നോക്ക്. എന്തുവാ ചേട്ടാ ഇത്? പിന്നെ കാണാം. കൈമളേട്ടാ. ആരാ? എന്താ വേണ്ടത്? ഇത് വീട് മാറിപ്പോയി തോന്നുന്നു. ഇത് കൈമൾ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഞാൻ ഈ വഴിക്ക് വന്നിട്ട് കുറെ കാലമായിടാ. നമുക്കൊരു കാര്യം ചെയ്യാം. വീട് ഇവിടെ തന്നെയായിരുന്നു. പക്ഷേ ഇത് ഇവിടെ നിർത്ത് മാറ്റി വെച്ചോ എന്നൊരു സംശയമുണ്ട്. അപ്പുറത്തെങ്ങാനുണ്ടോ? പോകാൻ വരട്ടെ. ഇനി ഒരു തീരുമാനമായിട്ട് പോവാം. യഥാർത്ഥത്തിൽ RC കൈമളന്ന ഒരാളുണ്ടാ? ഉണ്ട്. എവിടെ ഉണ്ട്? ഭയങ്കര കോൾഡ് അടവേ. കുറച്ച് മരുന്ന് കുടിക്കുന്നത് കുറെ ദിവസമായി തുടങ്ങിയിട്ട്. താൻ കുറെ നേരമായില്ലേ ശനിയാഴ്ച ധർമ്മക്കാര് പിച്ചയ്ക്ക് ഇറങ്ങിയ പോലെ. ഇനി ഒന്നിന്റെ കൂടെ പോരായേ ഉള്ളൂ. അമ്മാ, ഇവിടെ ആരുമില്ല. ഞങ്ങൾക്ക് ആരും വേണ്ട. പോണ്. അല്ല, ആരെ അന്വേഷിക്കുന്നത്? ഈ RC കൈമള്. ഏത് RC കൈമള്? ബാങ്കിലെ മാനേജര്. നമ്മുടെ നിങ്ങൾ? ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. റിയൽ സത്യം അതാണ്. പത്രത്തിൽ വായിച്ചില്ലേ 4 പാൽക്കള്ളന്മാരെ കുറിച്ച്? അത് ഉമ്മാരാണ് വിടരുത്. പാന്റ് ഷർട്ട് എന്റെ വീട്ടിൽ കളവ് പോയതാ. ഞാൻ ഊരടാ, ഊരടോ. നിർത്തണം നിർത്തണം കേട്ടാ.
ചേട്ടൻ ഒരു കാര്യം ചെയ്യും ഇതൊക്കെ ഊരി കൊടുത്തിട്ട് ഇവരുടെ കൂടെ പറ്റിയോ ഈ നിരപരാധിക്കുന്ന വഴിമാറി തരും. ട്രൗസറും ഷർട്ടൊക്കെ ഊരി കൊടുത്തിട്ട് സാവകാശം വന്നാ മതി. വഴി തരൂ. ഊരാം. ഇതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ലോ. ഷർട്ട് ഊരുന്നതിന് എന്താ പ്രശ്നം? എന്നെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല. പിടിച്ചോ, പാനൂരാ. അല്ല, പെണ്ണുങ്ങളൊക്കെ നോക്കി നിൽക്കുന്നുണ്ടേ ഞാൻ ഈ മതിലിന്റെ ആ സൈഡിലേക്ക് മാറി നമ്മൾ കാണുന്നില്ലേ? ഭാവി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞു കിട്ടിട്ടേ ഉള്ളൂ. ഈ പപ്പന്റെയും പുരുഷന്റെയും പുറകാണെന്ന് നമ്മൾ ആയുസ് പാഴാവും. ഏതായാലും ഇറങ്ങി തിരിച്ചു. നമുക്ക് ആ സീക്കൻ ഒന്ന് കണ്ടല്ലോ. അയാളെ കണ്ടിട്ട് എന്താ കാര്യം? അയാളല്ലേ പാറക്കാരന്റെ മാസ്റ്റർ ബ്രെയിൻ. അതല്ലേ കുഴപ്പം. അയാൾ പാറയക്കാരന്റെ സ്വന്തം ആളാ. വേറൊരാൾക്കും വേണ്ടി അയാളുടെ ബ്രെയിൻ തരുമെന്ന് തോന്നണില്ല. എടാ, അയാൾക്ക് ചിക്കനും വെള്ളം വാങ്ങിച്ചു കൊടുത്താൽ അയാള് ബ്രെയിൻ അല്ല ലിവർ വരെ തരും. ഇവരുടെ കൂടെ നടന്ന് അടി കൊള്ളുന്നതിലും ഏതാ. ശരി, എന്തായാലും അതും കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ചേട്ടനെ ഞങ്ങളെ മനസ്സിലായോ? പൂവല്ലോ. എന്നാ പൂവല്ലേ? പോവാലോ. അനിയന്മാര് കുടിക്കുന്നില്ലേ? അയ്യോ, ഞങ്ങള് മദ്യപിക്കാറില്ല. ഒരു സ്വല്പം കുടിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അത് ശരിയാ. ആരെങ്കിലും എനിക്കൊരു കമ്പനി തരൂ, പ്ലീസ്. കമ്പനി തരൂ. ഒരു കമ്പനി കൊടുക്കടാ. എന്നാ കമ്പനി തരാം. അതിനകത്ത് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അതിനകത്ത് പോവാ. ഇതിൽ സോഡ ഒഴിക്കണ്ടേ? ഇതൊന്നും ശീലമില്ലേ? ശരി, അപ്പോ ഒരു ഫുള്ളും കൂടി ആവാല്ലേ? ആവാം. ഒരു കമ്പനി കൊടുക്കടാ. ജയ്സാ, ഒരു ഫുള്ളും കൈ ഒഴിവുള്ളപ്പോ ഒക്കെ ചിക്കനും പോന്നു. ചിക്കനും വരട്ടെ. അപ്പൊ കമ്പനി വേണ്ടേ? വേണ്ട കമ്പനി. നീ നിന്റെ വീട്ടില് നമ്മുടെ കാര്യം പറ. പിന്നെ ചേട്ടാ, കയ്യക്കട. ആരാണ് നിന്റെ ചേട്ടൻ? എണീക്കടാ. ആരാണ് നിങ്ങളുടെ അടുത്തിരിക്കാൻ പറഞ്ഞത്? ചേട്ടൻ നിങ്ങളെ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ചേട്ടനല്ലേ അവിടെ ഞങ്ങൾ അറിയാന്ന് പറഞ്ഞത്? അറിയാന്ന് പറയേ. നമ്മൾ ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്? ഒരുമിച്ച? അതെ, ഈ ചിക്കനും റമ്മൊക്കെ വാങ്ങിച്ചെന്ന് ഞങ്ങൾ. എനിക്ക് ചിക്കനും റമ്മും മേടിച്ചാലും നിങ്ങൾ ആരാ? റിയൽ എസ്റ്റേറ്റിലേക്ക് കാല് വെക്കുന്ന 2 യുവാക്കളാണ് ഞങ്ങൾ. ചിക്കനും റമ്മും വാങ്ങി തന്ന ചേട്ടൻ സഹായിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓ, സഹായിക്കണം ചേട്ടൻ. അത് ശരി. സഹായിക്കാലോ. ചേട്ടൻ ഞങ്ങളെ സഹായിക്കൂലേ? നീ കാലുകുത്തിയാ? കാലുകുത്താൻ പോകുന്നേ ഉള്ളൂ. എന്നാ വാ വാ. ഓ, അപ്പൊ എന്താ പറഞ്ഞത്? റിയൽ എസ്റ്റേറ്റിലേക്ക് കാല് വെച്ചിരിക്കുന്നു. അതെ. ഞാൻ എന്തായാലും കാല് വെക്കുന്നില്ല, കൈ വെക്കാം. കള്ളപ്പിള്ളേര്. ഈ പന്നി എന്തിനാ നമ്മളെ തല്ലിയത്? ഗുഡ് മോർണിംഗ്. എന്താടാ പിള്ളേരെ പതിവില്ലാത്തൊരു ഗുഡ് മോർണിംഗ്? അത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാ. ഞാനാണെങ്കിൽ അടുക്കളയിലേക്ക് പോകണമെന്നില്ല, അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെറുതി, ഏ? അതെ, ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഏയ്, എന്തു പ്രശ്നം? അല്ല, മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഏയ്, ഇല്ലല്ലോ. എന്തേ? ചേട്ടത്തി, ഈ വീട്ടിലെ മുമ്പൊരു പെൺകുട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ടോ? ഏയ്, ഇല്ലല്ലോ. ഞാൻ ഇന്നലെ കണ്ടതാ. ഒരുമാതിരി ആശുപത്രിയിൽ നഴ്സിന്റെ പോലെ ഡ്രസ് ഇട്ട് ഒരു പെണ്ണി ജനലിന്റെ അവിടെ ഇരിക്കുന്നത്. ഏ? അതെ ചേട്ടത്തി, ഈ വീട്ടിൽ പ്രേതശല്യം ഉണ്ടോന്നൊരു സംശയം. എഫക്ട്സോട് ഏ? ചേട്ടത്തി, ഏ? അർദ്ധരാത്രിയാവുമ്പോ ഈ ചിലങ്കകളുടെ ശബ്ദം ചില്ലെന്ന് എഫക്ട്സോട് ഉറക്കമാരുടെ അതൊക്കെ നിങ്ങൾ പോന്ന പിള്ളേരെ വിടന്നെ. രാത്രിയോടുകൂടി തീവ്രമായ ശബ്ദങ്ങളും പേടിയാവുള്ളൂ. പോ പോ. വാതിലടച്ചിട്ട് 2 മുതലാളിമാരും കൂടി ഇവിടെ എന്തെടുക്കുകയായിരുന്നു എന്നെനിക്കറിയാം. ചേട്ടൻ വിചാരിക്കുന്നല്ലോ ഒരു പ്രശ്നം. പിന്നെ 2 പേരും കൂടി കെട്ടിപ്പിടിച്ച്
ഉറങ്ങുകയായിരുന്നല്ലേ അതെ ഒന്ന് മാറിയെന്ന് പോട്ടെ എന്നെ വിട് എന്നെ ഒന്ന് വിട്ടേ. ഒന്ന് തൽക്കാലം വിട്. നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. അവിടെ നിന്ന് സംസാരിക്കണം വല്ല കാര്യമുണ്ടോ? പിന്നെ ഏതാ പിടിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ വല്ല നമുക്ക് അവിടെ ഇരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ പിന്നെ കള്ളപ്പുള്ളി വെച്ചാണോ? അതെ. എന്നെ വിടറോ, എനിക്കൊന്ന് 3 വേണമെന്നേ. 3 അല്ല 2 അത് കളാ. ഇയാളെ എപ്പ നോക്കിയാലും അത് കളാന്ന് പറയണ്ടല്ലേ, അതെ കളയണ്ടേ? നിനക്ക് സൗകര്യമുള്ളത് കളാ. എനിക്ക് അത് ശരി, അത് കളയാനാണല്ലേ? വിശാലമായ മുറി. ചേട്ടന്മാർക്ക് ഇവിടെ നല്ല സുഖാണല്ലേ? അത്ര വലിയ സുഖമൊന്നും വേണമെങ്കിൽ ഞാനും കൂടെ താമസിക്കാം. ഉള്ള കൂട്ടിന് ഇപ്പൊ അധികം. ഈ മുറി അടച്ചിട്ടിരിക്കുക. അല്ല, മുറി പൂട്ടിയിട്ടിരിക്കുക. ഇത് കാലിയാ? ഇത് മുറിയാ. ഞാൻ വിചാരിച്ചു റൂമായിരിക്കും. ഇത് കിട്ടിയിരുന്നെങ്കിൽ എനിക്കും കൂടെ ഇവിടെ താമസിക്കാമായിരുന്നു. പക്ഷെ ഇത് കിട്ടൂലല്ലോ. അതെന്താ? അതിന് കാര്യമുണ്ട്. വാ പറഞ്ഞു. ചെല്ല്, പറഞ്ഞു കേട്ടോ, ചെല്ല്. അത് പൂട്ടിടണ. അവിടെ ഇരുന്നോ, ഞങ്ങൾ പോരാട്ടോ. ഓഹോ, എന്തൊരാശ്വാസം ഞങ്ങൾക്കും. നിങ്ങളുടെ ഭാഗ്യനക്ഷത്രം തെളിയാൻ പോകുന്ന പിള്ളേരെ, നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് ഒരു വസ്തു ചുളുവലയിൽ ശരിയായിട്ടുണ്ട്. ഇന്ന് തന്നെ 50,000 രൂപ അഡ്വാൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ആ പാറക്കാരന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടു പോകും. അത്തുകളാ. ഒരാഴ്ചക്കകം നല്ല വിലയ്ക്കത് മറച്ചു വിൽക്കാം. അതിനും ഈ പുരുഷൻ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നോക്കിയിരിക്കാതെ വേഗം ഒന്ന് റെഡിയാവാൻ നോക്ക്. അല്ലേ പാപ്പാ? അപ്പോ ഞങ്ങള് വെളിയിലോട്ടൊന്ന് പോവുക അല്ലേ? ഞങ്ങള് വരാൻ കുറച്ച് ലേറ്റ് ആകും. ജനലുകളെല്ലാം അടച്ചല്ലേ? ആ ജനലും വാതിലും ഒക്കെ നന്നായിട്ട് അടച്ചോളണം. ജനലും വാതിലെല്ലാം ഭദ്രമായി പൂട്ടി കഴിഞ്ഞല്ലേ? ഇനി ആരും വരില്ല അല്ലേ? എന്നാ വാ. ഞങ്ങൾ വരാൻ അല്പം വൈകിട്ടോ. ആ. അല്ലേ? നിങ്ങൾ വിളിച്ചു പോകുന്ന കേട്ടാ, സാധാരണ വീട് പൂട്ടാറില്ലാന്ന് തോന്നുന്നു. പൂട്ടാറൊക്കെ ഉണ്ട്. അതറിയാം. പക്ഷെ ഇന്ന് പുരുഷേട്ടൻ വന്ന ദിവസമായതുകൊണ്ടാ. അതുകൊണ്ട് സ്പെഷ്യലായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് ശരി. എന്നാ വാ വാ വാ. പോവാം. ആ